When you rise in the morning, give thanks for the light, for your life, for your strength. Give thanks for your food and for the joy of living. If you see no reason to give thanks, the fault lies in yourself. ഇത് പ്രസിദ്ധമായ ചില വരികളാണ്. പവർ അപ്പ് യുവർ മോർണിംഗ്സ്. ഉണരൂ, എഴുന്നേൽക്കൂ. എന്തുകൊണ്ടാണ് നമ്മൾ കാലത്ത് നേരത്തെ എണീക്കണം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്? ഹൗ ടു പവർ ഓഫ് അവർ മോർണിംഗ്. മോർണിംഗ്സ് എംപവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ എൻറ്റയർ ലൈഫ്? എന്തൊക്കെയാണ് മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കേണ്ട ആവശ്യകത? ഇതൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അതെ, റുട്ടീൻ ഇല്ലാത്തവർക്ക് റുട്ടീൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിൽ തന്നെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ ഡേ ഡൺ എന്നാണ് പറയുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ. ക്വാണ്ടിറ്റി, നമ്മളുടെ കയ്യിൽ കുറേ ക്വാണ്ടിറ്റി ഓഫ് ലൈക്ക് കേപ്പബിലിറ്റീസ് ഉണ്ടാവാം, പക്ഷെ ഹൗ മച്ച് ക്വാളിറ്റി വി ആർ ഗിവിങ്. നമുക്ക് യോഗ അറിയുന്നുണ്ടാവാം, നമുക്ക് മെഡിറ്റേഷൻ അറിയുന്നുണ്ടാവും, നമുക്ക് നന്നായി എക്സസൈസ് ചെയ്യാൻ അറിയുന്നുണ്ടാവും. ആർ വി ഡൂയിങ് ഓൾ ദി സ്റ്റഫ്സ് ഓർ ഡു വി ഹാവ് എ പേഴ്സണൽ ഹാബിറ്റ്? ഒരു റിച്വൽ ഉണ്ടോ? അല്ലെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ നമുക്കൊരു പ്രെയർ ടൈം ഉണ്ടോ? അതോ അല്ലെങ്കിൽ ഒരു മീ ടൈം ഉണ്ടോ? അല്ലെങ്കിൽ നേരെ എണീറ്റിട്ട്, ഞാനിപ്പോൾ ഒരു ആളുടെ കാര്യം പറയാം. ഇയാളുടെ പേര് രഘു എന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾ രഘു ആസ് യൂഷ്വൽ ഓൾ പീപ്പിൾ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മോർണിംഗ് റിച്വലോ ഹാബിറ്റ്സോ ഒന്നുമില്ല. കാലത്ത് എണീക്കുന്നു, വേഗം ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു. അപ്പോഴേക്കും ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ട്. വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഓഫീസിൽ പോകാൻ നോക്കുന്നു. ഹാഫ് ഡൺ ആയിട്ടുള്ള പേപ്പർ ഉണ്ട്, കയ്യിലൊരു കോഫി മഗ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് കഴിച്ചു കഴിച്ചില്ല എന്ന രീതിയിൽ പോകുന്നു. ഇതൊക്കെയാണ് ഒരുവിധം ആൾക്കാരുടെ മോർണിംഗ് റുട്ടീൻ അല്ലേ? പക്ഷെ നമ്മളൊരു മോർണിംഗ് ഹാബിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മോർണിംഗ് പവറപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി വർക്ക് ആ ഡേ നമുക്ക് ഉണ്ടാവും. അങ്ങനെ ലൈഫിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഈ ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുന്നത്? പലപ്പോഴും നമ്മുടെ തിരക്കുകളാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂട്ടോ. ചില സമയത്ത് പ്ലാനിങ് നമ്മുടെ തെറ്റിപ്പോവും. അപ്പം നമ്മൾ ഇടയ്ക്കൊരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണാം. സം പീപ്പിൾ ഡ്രീം ഓഫ് സക്സസ് വൈൽ അതേഴ്സ് ഗെറ്റ് അപ്പ് എവറി മോർണിംഗ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ പ്രധാനമായിട്ടൊരു കാരണം ഞാനൊരു പുസ്തകം വായിച്ചതാണ്. എംപവർ യുവർ മോർണിംഗ്സ്, മാക്സിമൈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് വിത്ത് എ ഡൈനാമിക് മോർണിംഗ് റുട്ടീൻ. സ്കോട്ട് എലൻ്റെ പുസ്തകമാണ്. നല്ല പുസ്തകമാണ് കേട്ടോ മോർണിംഗ് റുട്ടീനെ പറ്റിയിട്ട്. ധാരാളം കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാനും അറിയാനും ചെയ്യാനുമുണ്ട്. ഇതൊരു പ്രാക്ടീസ് പുസ്തകം എന്ന് പറയാം. ലെറ്റ് ദ ലൈറ്റ് ഓഫ് എ ന്യൂ ഡേ ഇൻസ്പയർ യു ടു അച്ചീവ് ദ ഗ്രേറ്റ്നെസ്. എവറി ഡേ വി ആർ ഗെറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? ആർ വി യൂട്ടിലൈസിങ് ഇറ്റ്? പലപ്പോഴും നമ്മൾ ലേസിയായി ബെഡിൽ കിടക്കാൻ തോന്നും. അതെല്ലാവർക്കും തോന്നും. പ്രത്യേകിച്ച് തണുപ്പ് മഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങാൻ തോന്നും. ഹൗ ക്യാൻ വി ഗെറ്റ് ഔട്ട് ഓഫ് ദ ബെഡ് ആൻഡ് ഡു അവർ ഡേയ്സ് വർക്ക്? അതാണ് ഒരു ചലഞ്ച് ഉള്ളത്. എങ്ങനെ നമുക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യാം? കാലത്ത് എണീക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, പക്ഷേ എന്തിനൊക്കെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണ്ടേ? പലർക്കും തോന്നും അത്രമാത്രം നന്മയൊന്നും ലൈഫിൽ ഇല്ലല്ലോ എന്ന്. വെൻ യു അറൈസ് ഇൻ ദ മോർണിംഗ്, തിങ്ക് ഓഫ് വാട്ട് എ പ്രഷ്യസ് പ്രിവിലേജ് ഇറ്റ് ഈസ് ടു ബി അലൈവ്, ടു ബ്രീത്ത്, ടു തിങ്ക്, ടു എൻജോയ്, ടു ലവ്. ഇതൊക്കെ വലിയ വലിയ ആളുകൾ പറഞ്ഞാണ് കേട്ടോ. സത്യല്ലേ? നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കാം. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ലെറ്റ് ദ ലൈറ്റ് ഓഫ് ദ ന്യൂ ഡേ ഇൻസ്പയർ യു ടു അച്ചീവ് ദ ഗ്രേറ്റ്നെസ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് എഴുതിക്കൊണ്ട് തന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് എംപവർ യുവർ ഡേ. നമ്മളുടെ ദിവസം എംപവർ ചെയ്യാം. ഏർലി മോർണിംഗ് പലപ്പോഴും അൺഅപ്രീഷിയേറ്റഡ് ടൈംസ് ആണ് അല്ലേ? നമ്മൾ ആ സമയത്തിന് തന്നെ തിരിച്ചറിയുന്നില്ല. യെസ്, സൺ ഈസ് റൈസിങ്, സോ വി നോ വി ഹാവ് സം മോർണിംഗ് മെസ്സേജസ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ പലപ്പോഴും ആക്ച്വലി ദ ഫോൺ ഓർ ദ സോഷ്യൽ മീഡിയ ഇസ് റിയലി ആ സെർവൻറ്റ്. നമ്മളുടെ ആ മൈൻഡിനെ കേറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി കണ്ടുപിടിക്കുന്ന സെർവൻ്റാണ്. ബട്ട് സം ടൈം ഇറ്റ് മാസ്റ്റേഴ്സ് അസ്. കാലത്തിൻ്റെ സ്ക്രോൾ ചെയ്ത് ഒരു 10 ആൾക്ക് ഗുഡ് മോർണിംഗ് ഇട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ 10 ആളുടെ ഗുഡ് മോർണിംഗ് റിസീവ് ചെയ്യുക എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആകാം. പക്ഷേ അവിടെ നമ്മുടെ പേഴ്സണൽ മോർണിംഗ് റുട്ടീൻ ഇൻക്ലൂഡഡ് ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം.
ലേൺ ടു എൻജോയ് ദ ഏർലി മോർണിംഗ്. കാലത്ത് എണീക്കുക, സണ്ണിൻ്റെ അടുത്തൊരു ഹായ് പറയാം, എന്നിട്ട് തുടങ്ങുക. ദാറ്റ്സ് എ പോസിറ്റീവ് തിങ് ദാറ്റ് എവർ യു ക്യാൻ ഡു. ചിലപ്പോൾ സൂര്യനെ കണ്ടുവന്ന് വരില്ല അല്ലേ, എന്നാലും സൂര്യൻ അവിടെ ഉദിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പോലെ ചില സമയത്ത് മടിയുള്ള പോലെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. സോ എവറി ഡേ ഇസ് എ ന്യൂ ബിഗിനിങ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്, സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. എന്തെങ്കിലും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡു ഇറ്റ് ദ നെക്സ്റ്റ് ഡേ എന്ന് വിചാരിക്കേണ്ട. ദിവസം കുറച്ചങ്ങോട്ട് മുന്നിലേക്ക് പോയാലും ട്രൈ ടു ഡു ദാറ്റ്. ഒരു ഡെയിലി മോർണിംഗ് റുട്ടീൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസ് യുവർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് മോർണിംഗ് റിച്വൽ allows you to begin your day positively. നമ്മുടെ ഒരു ദിവസം പോസിറ്റീവായിട്ട് ബിഗിൻ ചെയ്യാൻ ഒരു മോർണിംഗ് റിച്വൽ ഉള്ള ആളാണെങ്കിൽ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉഴപ്പി നടക്കുന്ന ആളാണെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞു പോകും അല്ലേ. With a focused and calm mindset, you will notice that the quality of your work activities will improve significantly, surpassing your set targets and expectations. Not is not uncommon. അതായത് നമ്മൾ ഒരു കാം മൈൻഡ് സെറ്റോട് കൂടിയാണ് ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകും എന്നാണ് സമ്മൻ ടോട്ടൽ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം. ഇത് ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയണത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഒരുവിധം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണല്ലേ. ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. അത് നന്ദിയോടുകൂടെ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കാലത്ത് എണീക്കുന്നു, കുളിക്കുന്നു, ഫോൺ നോക്കുന്നു, സോഷ്യൽ മീഡിയ നോക്കുന്നു, റീഡ് ഇമെയിൽസ്, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കുന്നു, പിന്നെ എന്തിനാണ് ഈ ദിവസം ഒരു വീക്കെൻഡ് അല്ലാത്തതെന്ന് ആലോചിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ചിലരും അല്ലെങ്കിൽ പലരും മോർണിംഗ് ഒക്കെ തുടങ്ങുന്നത് അല്ലേ. പക്ഷേ കൺസിഡർ യു ഹാവ് എ മോർണിംഗ് ഹാബിറ്റ്. നമ്മളുടെ ഒരു പവർ ഉള്ള ഒരു മോർണിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രഞ്ച് ഫിലോസഫറായ ഫെലിക്സ് റൈവ്സൺ പറഞ്ഞ പോലെ ഹാബിറ്റ്സ് ആർ ഫെമിലിയർ യെറ്റ് മിസ്റ്റീരിയസ്. ഇത്തരം ഹാബിറ്റ്സ് നമ്മൾ ഉണ്ടാക്കുക വഴി നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് അറിയും. നമ്മുടെ ഓവറോൾ പെർഫോമൻസ് കൂടും. ഇറ്റ് ഇൻക്രീസ് യുവർ ഹാപ്പിനെസ് ലെവൽ ആൻഡ് ഇറ്റ് ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവലെ പവറപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, റിച്വൽസ് ഉണ്ടെങ്കിൽ. ആൻഡ് ഇറ്റ് ഹെൽപ്പ് യു ടു ഓവർകം പ്രൊക്രാസ്റ്റിനേഷൻ. കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നമ്മൾക്കൊരു ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യണത് കൂടാണ്ട് തന്നെ നമ്മുടെ ലൈഫിനെ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു മോർണിംഗ് ഹാബിറ്റ് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ. നിങ്ങളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 days കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യൂ. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു ലിവ് റീസണബിളി ഈസ് എവറി മോർണിംഗ് ടു മേക്ക് എ പ്ലാൻ ഓഫ് വൺസ് ഡേ ആൻഡ് എവറി നൈറ്റ് ടു എക്സാമിൻ ദ റിസൾട്ട് ഒബ്റ്റെയിൻ. എല്ലാ ദിവസവും രാത്രി ഒന്ന് നോക്കി നോക്കൂ, നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന്. അതൊന്ന് നോക്കാവുന്നേ ഉള്ളൂ അല്ലേ. വെൻ ഈച്ച് ഡേ ഈസ് സെയിം ആസ് ദ നെക്സ്റ്റ്, ഇറ്റ്സ് ബിക്കോസ് ദ പീപ്പിൾ ഫെയിൽ ടു റെക്കഗ്നൈസ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ദെയർ ലൈഫ്സ് എവറി ടൈം ദ സൺ റൈസസ്. പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോവാണ് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന നല്ല കാര്യങ്ങൾ ഓരോ സൂര്യോദയത്തിലും. അറിഞ്ഞ് ജീവിക്കുക. മേ യുവർ ഡേ ബി ഫിൽഡ് വിത്ത് ഗുഡ് തോട്ട്സ്, കൈൻഡ് പീപ്പിൾ ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ്. എവറി മോർണിംഗ് നമ്മളൊരു പേർപ്പസോട് കൂടി എണീക്കുക. അതാണ് ഇക്കിഗായിലൊക്കെ പറയുന്നതല്ലേ, വി ഷുഡ് ഹാവ് എ പേർപ്പസ്. ആ പേർപ്പസോട് കൂടി എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിമുലസ് ആയി ആക്ടിവേറ്റ് യുവർ സെൽഫ്. അതിന് ഒരു സിമ്പിൾ കാര്യങ്ങൾ പറയാമേ. സൈലൻസ് ഫോർ 5 minutes. 5 minutes സൈലൻസോടുകൂടെ ഇരിക്കുക. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 5 minutes വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. എക്സസൈസ് ഫോർ 20 minutes ടു പവർ അപ്പ് യുവർ മോർണിംഗ്സ്. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് റീഡിങ് ഹാബിറ്റ് ഇല്ലെങ്കിൽ ചെറിയ നല്ല പോസിറ്റീവ് തോട്ട്സ് ഉള്ള പുസ്തകങ്ങൾ 10 minutes 20 minutes ആസ് പെർ യുവർ ടൈം യു ഹാവ്, നിങ്ങൾ അത് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ 5 minutes ഒന്ന് സ്ക്രിബിൾ ചെയ്യുക. എന്നിട്ട് മോർണിംഗ് തുടങ്ങി നോക്കൂ, ഉഷാറാകട്ടെ. ഓരോരുത്തരും പേഴ്സണലൈസ് മോർണിംഗ് റുട്ടീനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉഷാറായിട്ടിരിക്കുക. പവർ അപ്പ് യുവർ മോർണിംഗ്സ് ആൻഡ് ബി the best in you. Thank you.